ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കറിയാം 2025 ജൂലൈ 21 നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇനി PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും പിന്നെ അദ്ദേഹത്തിൻ്റെ ബേസിക് ആയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്സിൽ അയ്യങ്കാളിയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ അടുത്തൊരു ഷോർട്ട് വീഡിയോയിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ VS അച്യുതാനന്ദൻ്റെ ഈ ഒരു ടോപ്പിക് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. നമുക്കറിയാം 1923 ഒക്ടോബർ 20 VS അച്യുതാനന്ദൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഫുൾ ഫോം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പ്രശസ്തമായിട്ടുള്ള പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് 1967 കേട്ടോ. ഈ വർഷം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1967 അദ്ദേഹം ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാലാവധി പൂർത്തിയാക്കിയ ചുരുക്കം ചീഫ് മിനിസ്റ്റേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2006 മുതൽ 2011 വരെയായിരുന്നു. ഓക്കെ, PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 ഒക്ടോബർ 20 100ാം ജന്മദിനം ആഘോഷിച്ച മുൻ മുഖ്യമന്ത്രി ആരായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം 100 വർഷം തികച്ചിട്ടുണ്ടായിരുന്ന ആരുമില്ല. അപ്പോൾ ആൻസർ വരുന്നത് VS അച്യുതാനന്ദനാണ് കേട്ടോ. 2023 ഒക്ടോബർ 20 അദ്ദേഹം 100 വർഷം തികച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 100 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ 20ാമത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു VS അച്യുതാനന്ദൻ. അതേപോലെ തന്നെ രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ കേരള ചീഫ് മിനിസ്റ്ററാണ്. പിന്നെ ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിരുന്ന വ്യക്തി കൂടിയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. ഓക്കെ, സമരം തന്നെ ജീവിതം. ഇത് PYQ ആണ് കേട്ടോ. ഇതായാലും പുന്നപ്ര വയലാറിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നവർക്ക് PYQs ആണ്. അപ്പോൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ടാണ് പഠിക്കുക. എന്താണ് സമരം തന്നെ ജീവിതം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു പുസ്തകങ്ങളാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. ഓക്കെ, ഈ 3 ബുക്കുകളും ഓർത്ത് വയ്ക്കുക. അതേപോലെ ആത്മകഥയും ഓർത്ത് വയ്ക്കുക. ഈ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്നുള്ള ബുക്ക് PYQ ആണ്. സമരം തന്നെ ചെയ്യുന്നുള്ളത് PYQ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക. മരണപ്പെട്ടത് 2025 ജൂലൈ 21 ആണ്. ഇതിൽ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും തീർച്ചയാണ്. അപ്പോൾ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.